എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8th 9th ആ ഒരു ടൈമില്. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസിൽ ഓരോരുത്തരും അവരവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് അനുമോളാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് നൂറ വന്ന് ലൈഫ് സ്റ്റോറി പറയാന്. ശരിക്കും നൂറ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചിരുന്നു പോയി. അതിൽ നൂറ പറയുന്നത് നൂറയുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. അത് കേട്ടുടനെ ലൈവിലാണ് ഇത് കേട്ടത്. അത് കേട്ടുടനെ എല്ലാവരും സപ്തരായിരുന്നു പോയി. കാരണം നൂറയ്ക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ എന്നുള്ളത്. ശരിക്കും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇവര് പെണ്ണും കല്യാണം കഴിച്ചത്? ഒരാണിനോട് ഒരു പെണ്ണിനെ അട്രാക്ഷൻ തോന്നേണ്ടതല്ലേ? അതിപ്പോ പെണ്ണിനോട് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം മനസ്സിലായത് നൂറയ്ക്ക് ഒരാണിൽ നിന്നും ലൈംഗികപരമായിട്ട് ക്രൂര പീഡനം അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് കാരണമാണ് നൂറയ്ക്ക് ഒരാണിനോട് അത്രയ്ക്ക് വെറുപ്പ് തോന്നിയതും ആ ഒരു ആണുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെ നൂറയ്ക്ക് ഇഷ്ടമല്ലാതായതും. എന്തായാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8th 9th ആ ഒരു ടൈമില്. എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു. ആ ഒരു ടൈമില് എന്താ പറയാ, നമ്മള് പാവാടയും. നൂറയുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ആ ഉമ്മയോ വാപ്പയോ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോ എത്ര തള്ളി കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇപ്പൊ ബിഗ് ബോസ് അവരുടെ വീട്ടിലുള്ളവര് എന്തായാലും കാണുന്നുണ്ടാവും. ഫാമിലിയിലുള്ളവരായാലും വീട്ടിലുള്ളവരായാലും ഒക്കെ കാണുന്നുണ്ടാവും. എന്തായാലും അവരും ഇപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശരിക്കും അവര് തന്നെ ഞെട്ടിയിരിക്കുകയായിരിക്കും. കാരണം മകള് അതൊന്ന് അന്ന് തുറന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എന്ന് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോഴത്തെ കാലം വളരെ വളരെ മോശമാണ്. എന്തുണ്ടെങ്കിലും കുട്ടികൾക്ക് എന്തുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. ചില കുട്ടികളൊന്നും തുറന്നു പറയില്ല. പക്ഷെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വന്ന് തുറന്നു പറയണമെന്ന് ആ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. ഓരോ മാതാപിതാക്കളും അത് ചെയ്യേണ്ടത് തന്നെയാണ്. എന്താണ്, പായൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക. ബുദ്ധിവിവരമില്ലാത്ത പ്രായമാണല്ലോ. ഞാനും എന്റെ അനിയത്തിയും കൂടെയാണ് പോവുക. അപ്പോ എന്താ പറയാ, ഒരാളെ എന്നോട് ചോദിച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ച്. അപ്പൊ ഞാന് കാണിച്ചു തരാം. ഞാൻ വണ്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചെറിയ കുട്ടിയാണല്ലോ. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയാം. ബുദ്ധിയും വിവരമൊന്നും വെക്കാത്തൊരു പ്രായം. അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ചു. എന്റെ ഉപ്പൊക്കെ ഒരു കടയാണ്. അപ്പോ ഞാൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്, കാരണം എനിക്ക് അറബി അറിഞ്ഞൂടാ, അയാൾ അറബിയാണ്. അപ്പോ ഞാൻ കാണിച്ചു തരാ പറഞ്ഞ് ഞാൻ അയാളെ കൂടെ പോയി. അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, ടെറസിമലേക്ക്. അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാളെന്റെ കഴുത്തില് അത് വെച്ചു. അയാള് എന്തൊക്കെയോ ഫൈൻ. 2 വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില്. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഓലെന്ത് വിചാരിക്കും, ഓൽക്ക് വിഷമാവോ ആ പറഞ്ഞാല്, ഇനി ഓലത് കേട്ട പോലെ എന്താക്കി റിയാക്ട് ചെയ്യുക, എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ, അടിച്ചിടുവോ. എനിക്ക് ഭയങ്കര എന്താ പറയാ, ആരോടും പറയാനും പറ്റുന്നില്ല, ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ചെറുപ്പകാലം. പറയുന്നുണ്ട് ഈ കാര്യം പേരൻസ് അറിഞ്ഞു കഴിഞ്ഞാല് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന്. ശരിക്കും ഈ കാര്യം അന്നേ തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൗൺസിലിംഗ് കൊടുത്തോ അല്ലെ സ്നേഹത്തിലൂടെയോ ഒക്കെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു. ഒരാണുങ്ങളോടുള്ള വിദ്വേഷം ഒക്കെ മാറ്റിയെടുക്കാൻ അന്നേ അത് കഴിയുമായിരുന്നു. പക്ഷെ ഇത് തുറന്നു പറയാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്.
ആരിൽ നിന്നായാലും ലൈംഗിക ചൂഷണം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് തുറന്ന് പറഞ്ഞിരിക്കണം. മാതാപിതാക്കളോട് അത് തുറന്ന് പറഞ്ഞിരിക്കണം. ഇപ്പൊ വാപ്പയോട് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഉമ്മയോട് പറയാമല്ലോ. ഉമ്മയോട് അത് സംസാരിക്കാം, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന്. അതല്ല, ഇത് മനസ്സിൽ കൊണ്ടു നടന്ന് നീറി 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 മറ്റു പലതിലേക്കും മൈൻഡ് പോവും. അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആ മൈൻഡ് ചെന്ന് എത്തത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് മാതാപിതാക്കളോട് തുറന്ന് പറയുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയുക. അപ്പൊ അതിന് വേണ്ട നൂറയുടെ ഈ തുറന്നു പറച്ചിൽ കേട്ടിട്ട് അവളുടെ ഉപ്പയും ഉമ്മയും ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല. കാരണം അവർക്ക് അറിയില്ലല്ലോ ഈ രീതിയിൽ തന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ലൈംഗിക ചൂഷണത്തിന് എന്റെ മകൾ വിധേയയായി പോയി എന്ന് അവർക്ക് അറിയില്ലല്ലോ. അത് ആരെങ്കിലും തുറന്നു പറഞ്ഞെങ്കിലല്ലേ അവർക്കറിയത്തുള്ളൂ. അപ്പൊ അവരെ കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇതുപോലെ എത്ര പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അപമാനവും ഭയവും ഒക്കെ വീട്ടുകാരുടെ എന്തോന്നും ഒക്കെ ഓർത്തിട്ട് എത്രയോ പെൺകുട്ടികൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ടുണ്ടാവും. ശരിക്കും അതെല്ലാം തുറന്നു പറഞ്ഞാൽ പോലും മിക്കയിടത്തും തെറ്റുകൾ അത് മൊത്തം പെൺകുട്ടികളുടെ മേലെയായിരിക്കും മിക്കതും വന്ന് വീഴുന്നത്. ആ ഒരു ഭയത്താലൊക്കെ അവര് തുറന്നു പറയാൻ മടിക്കുന്നത്. ആണുങ്ങൾ അങ്ങ് സേഫ് ആവുകയും ചെയ്യും, കുറ്റം മുഴുവൻ പെണ്ണുങ്ങൾക്കും ആയിരിക്കും. നീ എന്തിനങ്ങ് പോയി. ഇപ്പം ആ വീഡിയോസ്, നൂറയുടെ വീഡിയോസിൽ വന്ന 1-2 കമന്റ് ആട്ടോ. അതിൽ ഒരാൾ എഴുതിയേക്കാണ്, പാവം കുട്ടി സ്വന്തം ഉമ്മയോട് വരെ ഇതൊന്ന് തുറന്നു പറയാനുള്ള അടുപ്പമില്ല. ഇത്തരം ഒരു സാഹചര്യം ഉമ്മ ഒരുക്കിയില്ല എന്നത് തന്നെ സങ്കടപ്പെടുത്തി. പിന്നെ എങ്ങനെ ആ കുഞ്ഞു പുരുഷന്മാരെ വെറുക്കാതിരിക്കും? ഇവരെ കുഞ്ഞുങ്ങൾ ഭയക്കും. ഉമ്മ ഈ കുഞ്ഞിനോട് അറ്റാച്ച്ഡ് ആയിരുന്നെങ്കിൽ ഈ കുട്ടി എല്ലാം തന്നെ തുറന്നു പറഞ്ഞിരിക്കും. പേരൻസ് എന്റെ മോഹങ്ങൾ സാധിച്ചു തരും, എന്നെ സംരക്ഷിക്കും എന്ന വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് വേണം. പാവം കുട്ടി. അതാണ് ഒരാൾ എഴുതിയേക്കുന്നത്. പിന്നെ ഒരാൾ എഴുതിയേക്കുന്നത്, സൗദിയിൽ നിന്നല്ല എവിടെയും ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ എന്റെ അറിവിൽ മലയാളി ഫാമിലികൾ അവിടെ വളരെ കെയറാണ്. എന്നിട്ടും എങ്ങനെ സംഭവിച്ചെങ്കിൽ അത് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ പുറത്തു പോയതുകൊണ്ടായിരിക്കാം. മാതാപിതാക്കൾ പറയാതെ പുറത്തു പോയത് കൊണ്ടാണ് ഇവളെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് ഒരൊറ്റൊരു കമന്റ് ആണ് കേട്ടോ. ലെസ്ബിയൻ കപ്പിൾ ആണല്ലോ ആദില നൂറ. ഈ കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ എന്ത് കാരണത്താലാണ് ലെസ്ബിയൻ കപ്പിൾ ആയതെന്ന്. നൂറയുടെ ഉമ്മയും വാപ്പയും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതറിയുമ്പോൾ അവർ ഉറപ്പായും ആദിലയും നൂറയും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സംഭവം കൊണ്ട് ആദിലയും നൂറയും അവർ വാപ്പ സ്വീകരിക്കും, വീട്ടുകാർ സ്വീകരിക്കും, ഉമ്മ സ്വീകരിക്കും, ഫാമിലി ഫുള്ള് സ്വീകരിക്കും എന്നാണ് ഓരോരുത്തരുടെയും വിശ്വാസം. ശരിക്കും സ്വീകരിച്ചാൽ അത്രയും നല്ലത്. ആ പെൺകുട്ടികൾ രണ്ടാളും ഒറ്റയ്ക്ക് ജീവിക്കല്ലേ. അപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എങ്കിൽ അത് അത്രയും നല്ലത് തന്നെയാണ്. എന്തായാലും ഇനി അവൻ മാറാൻ പോകുന്നില്ല. ഇനി എത്ര പിണങ്ങിയിരുന്നിട്ടും ഒരു കാര്യമില്ല. ഇപ്പൊ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ കേറ്റുവോ എന്ന്. പക്ഷേ അവര് അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ കൊല്ലാനൊക്കുവോ? അപ്പൊ അവരെ എന്തായാലും സ്വീകരിക്കുക, അത്രേ പറയാനുള്ളൂ.